അപ്പോൾ ഇനിയിപ്പോൾ നേരെ നമ്മൾ ശബരിമല വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. അവിടെ മകരവിളക്കിന് സന്നിധാനം ഒരുങ്ങിക്കഴിഞ്ഞു. ഇത്തവണയും വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. ഇന്നും നാളെയും വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉള്ളവരെ മാത്രമേ നിലയ്ക്കൽ നിന്നും പമ്പയിലേക്ക് കടത്തിവിടുകയുള്ളൂ. അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ ഇന്ന് പമ്പയിൽ എത്തിച്ചേരും. തുടർന്ന് പമ്പയിൽ പമ്പാവിളക്കും പമ്പാ സദ്യയും ഒക്കെ നടക്കും. VS അനുരാഗാണ് സന്നിധാനത്ത് നിന്ന് നമുക്കിപ്പം ചേരുന്നത്. അനുരാഗ്, ഗുഡ് മോർണിംഗ്. ഈ ഉത്സവ അന്തരീക്ഷത്തിലാണ് സന്നിധാനം. കാരണം മകരവിളക്കിന് ഇനി ദിവസങ്ങളില്ല. അപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ? ഒപ്പം തന്നെ ഇന്നാണ് പമ്പാ വിളക്ക്, പമ്പാ സദ്യ. അതിന് പമ്പ ഒരുങ്ങിക്കഴിഞ്ഞോ? എന്താണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിവരങ്ങൾ? സേതു, ഗുഡ് മോർണിംഗ്. മകരവിളക്കിനായി സന്നിധാനവും ശബരിമലയൊക്കെയും പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞു, പൂർണ്ണ സജ്ജമാണ് എന്നുള്ളതാണ്. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും പഴുതടച്ച് തന്നെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത്. ഓരോ വകുപ്പും സ്വീകരിക്കേണ്ട മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് സ്പെഷ്യൽ ഓഫീസർ നിർദ്ദേശം എല്ലാ വകുപ്പുകൾക്കും നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഇന്നും നാളെയും വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉള്ളവരെ മാത്രമാണ് നിലയ്ക്കലിൽ നിന്ന് പമ്പയിലേക്ക് കടത്തിവിടുന്നത്. ഇന്ന് 50,000 പേർക്കാണ് വെർച്വൽ ക്യൂ വഴി ബുക്കിങ്ങിന് സൗകര്യമുള്ളത്. നാളെ മകരവിളക്ക് ദിവസം 40,000 പേർക്കും ഈ വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴി ബുക്കിംഗ് ചെയ്യാം. മകരവിളക്ക് ദിവസം, അതായത് നാളെ ഉച്ചയ്ക്ക് 12 മണി വരെ മാത്രമായിരിക്കും പമ്പയിൽ നിന്ന് ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. അതിനൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായും ഇവരുടെ പോലീസുകാരുടെയും മറ്റ് ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ മകരവിളക്ക് ദിവസം മരത്തിന്റെ മുകളിൽ നിന്നോ അതുപോലെ ഉയരമുള്ള കെട്ടിടങ്ങളുടെ ടെറസിൽ നിന്നോ വാട്ടർ ടാങ്കുകളുടെ ഉയരെ കയറി നിന്നോ മകരവിളക്ക് ദർശനം അനുവദിക്കില്ല എന്നുള്ളത് തന്നെയാണ്. ഈ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്നുള്ളത് തന്നെയാണ് അപകടങ്ങൾ ഒഴിവാക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊപ്പം പമ്പയിലും സന്നിധാനത്തും പരിസരത്തുമുള്ള പുറംകാടുകളിലും തുറസായ സ്ഥലങ്ങളിലും താൽക്കാലിക കുടിലുകൾ, പർണശാലകൾ എന്നിവ കെട്ടാൻ പോലീസ് അനുവദിക്കുന്നില്ല. അതിനൊപ്പം യാതൊരു കാരണവശാലും താൽക്കാലിക പാചകം ഈ ഭക്തർ ഒരിടത്തും നടത്താൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ദേവസ്വം അനുവദിക്കുന്ന സ്പെഷ്യൽ പാസ് ഉള്ളവർക്ക് മാത്രമാണ് നാളെ തിരുമുറ്റത്ത് ദീപാരാധന സമയത്ത് നിൽക്കാൻ അനുവാദം കൂടി നൽകുക. സുഗമമായ ഈ മകരവിളക്ക് ദർശനത്തിന് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളോടും നിർദ്ദേശങ്ങളോടും ഭക്തർ സഹകരിക്കണം എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് ആവർത്തിച്ച് അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് സന്നിധാനത്തെത്തി എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും വിലയിരുത്തുകയും വേണ്ട മറ്റ് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊപ്പം തന്നെ ഓരോ ഇടത്തും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ ഈ സുരക്ഷാ ക്രമീകരണത്തിന്റെ മേൽനോട്ടത്തിനായി നിയോഗിച്ചിട്ടുമുണ്ട്. സന്നിധാനത്ത് ADGP ശ്രീജിത്തിനാണ് ചുമതല. അതിനൊപ്പം പമ്പയിൽ റേഞ്ച് IG ശ്യാം സുന്ദർ, നിലയ്ക്കലിൽ IG അജിതാ ബീഗം എന്നിവർ ഈ സുരക്ഷയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യും. അതിനൊപ്പം എത്ര ഭക്തർ വന്നാലും ഈ സുരക്ഷാ ക്രമീകരണത്തിൽ യാതൊരു വീഴ്ചയോ വിട്ടുവീഴ്ചയോ ഉണ്ടാകില്ല എന്നുള്ള കാര്യം കൂടി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. അതിനൊപ്പം അനധികൃത വ്യൂ പോയിന്റ് ഒഴിവാക്കാനുള്ള നടപടി ഒക്കെ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്ന് പ്രധാനമായും പമ്പാ വിളക്ക് നടക്കുന്നുണ്ട്, അതോടൊപ്പം പമ്പാ സദ്യ നടക്കുന്നുണ്ട്. അവിടെ പമ്പയും അതിനായി ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, വലിയ തിരക്ക് തന്നെ ഇന്നും ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ എല്ലാ ഭക്തർക്കും സുഗമമായി തന്നെ അയ്യപ്പനെ ദർശിച്ച് കടന്നു പോകാനുള്ള മാർഗം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും എല്ലാ രീതിയിലും സർവ്വ രീതിയിലും സന്നിധാനം മകരവിളക്കിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് സേതുലക്ഷ്മി ഇവിടെ നിന്നുള്ള കാഴ്ച. ഓക്കെ അനുരാഗ്, ശരി, വ്യക്തമാണ്. അപ്പോൾ ശബരിമലയിൽ എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഒപ്പം തന്നെ വലിയ സുരക്ഷയാണ്. പമ്പാ വിളക്കും പമ്പാ സദ്യയും ഒക്കെ ഇന്നാണ്. അപ്പോൾ വലിയ ഉത്സവ അന്തരീക്ഷത്തിൽ തന്നെയാണ് സന്നിധാനം. ആ വിവരങ്ങൾ നൽകുകയായിരുന്നു VS അനുരാഗം.